എന്താ അമൃതേട്ടാ? അമൃതേട്ടനല്ല, പ്രേമയാ. ആ വിഷ്ണു ഇന്ന് ഇവിടെ വന്നായിരുന്നു. ഞാൻ ശരിക്കൊന്ന് പെരുമാറിയിട്ടുണ്ട്. അവൻ ഓടി, കൂടെ ചന്ദ്രൻ പോയിട്ടുണ്ട്. അവനെ ഇനി അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല മോളെ. ഞാൻ ഈ നടത്തിയതേ വെറും അഭിനയമാണോന്ന് അവന് മനസ്സിലായോന്നൊരു സംശയം. അതെന്താ? എനിക്കങ്ങനെ തോന്നി. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ ചേച്ചി. പിന്നെ ചന്ദ്രയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. ആ ഒരു നിമിഷത്തെ ആണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായാലേ പിന്നെ മുന്നും പിന്നും നോക്കാതെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതേ നിനക്ക് സിദ്ധുവിനും ആയിരിക്കുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ മോളെ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവനും സഹിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നേ? രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ള രേഖ നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ഒറിജിനലേ അവളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് കിട്ടിയ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. മനസ്സിലായി ചേച്ചി, ഞാൻ ഉടനെ അത് കണ്ടുപിടിച്ചോളാം. പിന്നെ മോളെ എല്ലാം രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. അത് മോളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഒരു പേടി, അതാ ഞാൻ ഓർമ്മിപ്പിച്ചത്. ചേച്ചി സമാധാനമായിട്ടിരിക്കും, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. മതി. ചേച്ചി ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്നാ ശരി ചേച്ചി. ശരി മോളെ. പ്രിയ, എന്താ ചേച്ചി? പ്രിയ, എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്താ ചേച്ചി? നിന്റെ ചേട്ടന്റെ ക്ലാസ്മേറ്റ് അല്ലേ വിഷ്ണു? അതെ. വിഷ്ണു കല്യാണം കഴിച്ചാണോന്നൊന്ന് അറിയണം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെ വെച്ചായിരുന്നു എന്നറിയണം. പറ്റുമെങ്കിൽ അയാളുടെ വിവാഹ സർട്ടിഫിക്കറ്റോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊന്ന് സംഘടിപ്പിച്ചു തരാൻ പറയോ? എന്താ ചേച്ചി ഇപ്പൊ വിഷ്ണുവിന്റെ പുറകെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയാ. ശരി ചേച്ചി, ഞാൻ ഏട്ടനോട് പറയാം. ആ ശരത്ത് അടുത്ത് തന്നെ ജാമ്യത്തിൽ ഇറങ്ങും. അതിനു മുൻപ് ചന്ദ്രയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം. അവളാ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി ഒരിക്കലും അവള് കാരണം ആ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയല്ലേ ചേച്ചി? അതിന്റെ വിധിയായ അവക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. അതെ, എന്നാലും വിഷ്ണു പുറത്തുള്ള സ്ഥിതിക്ക് അവള് നിലപാട് മാറ്റുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്ത് പണിയാ ചേച്ചി? അതൊരു ചതിയല്ലേ? എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടല്ലേ സിദ്ധു വക്കീല് വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കിയത്? അതെ, വാക്കല്ലേ തന്നുള്ളൂ. അത് മാറ്റാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. പോരാത്തതിന് ചന്ദ്ര കല്യാണം കഴിച്ച മണിക്കൂറൊന്ന് തികയുന്നതിന് മുൻപ് താലിമാല പൊട്ടിച്ചെറിഞ്ഞവളാ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിലേ എല്ലാ അർത്ഥത്തിലും നമ്മൾ സജ്ജരായിരിക്കണം. അല്ല, വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് സംശയം തോന്നാൻ എന്താ ചേച്ചി കാരണം? അത് ഒരു തോന്നല്, ഇൻട്യൂഷൻ. പലപ്പോഴും അത് ശരിയാവാറാണ് പതിവ്. സിദ്ധുവിന് സമാധാനം കിട്ടണമെങ്കിൽ ചന്ദ്ര പോയേ പറ്റൂ. അത് നടക്കണമെങ്കിൽ ഈ വിഷ്ണുവിന്റെ വിവരങ്ങൾ കിട്ടണം. വിഷ്ണു കല്യാണം കഴിച്ചതും ചന്ദ്രയുടെ ഡിവോഴ്സും തമ്മില് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി. അതൊക്കെ മനസ്സിലാവും പിന്നീട്. അപ്പൊ എന്തോ ഉണ്ടല്ലേ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. നീ ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്, ബാക്കിയൊക്കെ വഴിയെ നിനക്ക് മനസ്സിലായിക്കോളൂ.
എന്നോടൊന്ന് സംസാരിക്കാനില്ലേ? സംസാരിച്ചാ അത് വഴക്കിലെത്തും. അതാ ഒന്നും മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ പുറത്തു പോകുന്ന ആളാ, ഒരുപാട് പേരോട് ഇടപഴകുന്ന ഒരാള്. ഞാൻ അങ്ങനെയല്ല. 24 മണിക്കൂറും ഇതിനകത്ത് തന്നെ ഇരിക്കുന്നേ. എനിക്ക് ആരോടെങ്കിലും ഒന്ന് മിണ്ടണ്ടേ? അതിന് നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? മിണ്ടിക്കോ? നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇല്ല. ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് അറിയണ്ടേ? കഴിച്ചു കാണുമല്ലോ. എന്നാലും ചോദിക്കണമെന്നില്ലേ? നമ്മൾ കൊച്ചുകുട്ടികളല്ല. ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ച് അടുപ്പം നിലനിർത്താൻ. പണ്ട് ചോദിക്കായിരുന്നല്ലോ. ആ, ഇതാണ് നിന്റെ പ്രശ്നം. ഞാനൊരു പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർക്കണം.